ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ KSRTC നടത്തുന്ന പഞ്ചപാണ്ഡവ ദർശനം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര എന്നുള്ള ടാഗ് ലൈനിൽ KSRTC കഴിഞ്ഞ വർഷവും ഇതേ സെയിം സർവീസ് നടത്തിയിരുന്നു. വൻ വിജയമായിരുന്നു. ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേരളത്തിന് പുറത്തുനിന്നും വന്ന ആൾക്കാർക്കും കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റി. അപ്പോൾ അത് വൻ വിജയമായിരുന്നു. കുറഞ്ഞ ചിലവിൽ KSRTCയോടൊപ്പം സുരക്ഷിതമായിട്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം കണ്ടു മടങ്ങാനായിട്ട് കഴിഞ്ഞ വർഷം സാധിച്ചു. അപ്പോൾ അത് ആ സെയിം ഐറ്റിനറിയിൽ തന്നെ KSRTC ഇത്തവണയും ഈ പാക്കേജ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോസിലേക്ക് പോവാം, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ KSRTC ബഡ്ജറ്റ് ടൂർ സെല്ലാണ് ഈ ഒരു പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഈ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ബേസിക്കലി ചെങ്ങന്നൂരിനടുത്തുള്ള 5 അമ്പലങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് താഴെ പറയുന്നുണ്ട്. 5 അമ്പലങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു KSRTCയോടൊപ്പം ഈ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ KSRTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആറന്മുള വള്ളസദ്യയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. ഇത് 5 ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, ആറന്മുളയിലാണ് ഈ വള്ളസദ്യ ഉള്ളത്, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം. ഇത്രയും ക്ഷേത്രങ്ങളിലായിട്ടാണ് ഈ 5 പഞ്ചപാണ്ഡവർ, അതായത് ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇത്രയും പേര് പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ. വനവാസകാലത്ത് ഈ 5 പേരും ഇവിടെ നമ്മുടെ ചെങ്ങന്നൂരിനടുത്തുള്ള ഓരോരോ അമ്പലങ്ങളിലായിട്ട് ഈ വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ചിരുന്നു. അതാണ് പിന്നീട് അമ്പലങ്ങളായതെന്നാണ് ഒരു വിശ്വാസം. പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ അത് പിന്നീട് ക്ഷേത്രങ്ങളായി. അപ്പോൾ ഈ 5 പേരും പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ കുന്തിദേവി പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാണ്ഡവർക്കാവ് ക്ഷേത്രവും ഇതിനടുത്താണ്. അപ്പോൾ അത് നമ്മുടെ ഐറ്റിനറിയിൽ സമയം അനുസരിച്ച് KSRTC അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഞാൻ ഈ ബ്രൗഷർ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ബ്രൗഷർ ക്ലിക്ക് ചെയ്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ ആരാധനയെന്നും, പിന്നെ അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യം എന്താണ്, മഹാഭാരത യുദ്ധത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ബ്രൗഷറിന് വായിക്കാൻ പറ്റും. ഞാൻ ഈ ബ്രൗഷറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് ആദ്യത്തെ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രമാണ്. രണ്ടാമത് വരുന്നത് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇത് ഭീമസേനൻ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെയും ആ ഒരു ഹിസ്റ്ററി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ബ്രൗഷറിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രൗഷറിൽ നിന്നൊന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, അർജുനൻ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം. അപ്പം നമുക്ക് ആറന്മുള നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ടാവും. ഈ 5 ക്ഷേത്രങ്ങൾ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ടാവില്ലെങ്കിൽ പോലും ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. അപ്പം നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവിടുത്തെ പക്ഷെ അവിടെ നമുക്ക് വള്ളസദ്യ കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് KSRTCയോടെ പോകുമ്പോൾ നമുക്ക് ഈ വഞ്ചിപ്പാട്ട് പാടി ഇത് നമ്മുടെ പള്ളിയോടങ്ങൾ വരുന്നതും പിന്നെ വള്ളസദ്യ അവർക്ക് വള്ളസദ്യ വിളമ്പുന്നതും എല്ലാം കാണാനുള്ളൊരു അവസരവും, കൂടാതെ നമുക്ക് വള്ളസദ്യ കഴിക്കാനുള്ളൊരു അവസരവുമാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ മൂന്നാമത്തെ ക്ഷേത്രം. നമ്മുടെ 5 ക്ഷേത്രങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രം അതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്, ബ്രൗഷറിനകത്തുണ്ട്. പിന്നെ മൂന്നാമത്തെ ഈ ആറന്മുള ക്ഷേത്രത്തിൽ നമുക്ക് വേറൊരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ
ഈ പള്ളിയോടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ആ, നമുക്ക് പള്ളിയോടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വള്ളംകളിക്ക് ഉപയോഗിക്കുന്നത് പോലെ സിമിലർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന അതേ വള്ളങ്ങളല്ല. ഇതിൻ്റെ ഷേപ്പിലെല്ലാം വ്യത്യാസമുണ്ട്. ഈ പള്ളിയോടങ്ങളുടെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. അതായത് അതിൻ്റെ നമുക്ക് വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന വള്ളങ്ങളുടെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ആളിന് പോലും തുഴയാൻ പറ്റും. അതായത് ആ വള്ളത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോലും വെള്ളത്തിൽ മുട്ടിയാണ് ഇരിക്കുന്നത്. പക്ഷെ പള്ളിയോടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ആർച്ചിൻ്റെ ആകൃതിയിലാണ്. ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു 2-3 മീറ്റർ വെള്ളത്തിൽ തൊടത്തില്ല, മുകളിലേക്ക് കൂർത്തായിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ പള്ളിയോടങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ്. സോറി, അത് 2ാമത്തെ ക്ഷേത്രം. 3ാമത്തെ തിരുവാറന്മുള. തിരുവാറന്മുളയിലാണ് ഈ വള്ളസദ്യ ഉള്ളത്. വള്ളസദ്യ നമുക്ക് കാണാനും കഴിക്കാനും എല്ലാം അവസരമുള്ളത് തിരുവാറന്മുള ക്ഷേത്രത്തിലാണ്. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ആറന്മുള കണ്ണാടി. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ലോഹം വെച്ചിട്ടാണ് ഈ ഒരു ആറന്മുള കണ്ണാടി അതിൻ്റെ പ്രൊഡക്ഷൻ അതുണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആറന്മുള പോകുമ്പോൾ ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത് കാണാനുള്ളൊരു അവസരം കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാനും നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് വാങ്ങാനും ഉള്ളൊരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ചരിത്രം കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ ഈ ആറന്മുള കണ്ണാടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 4ാമത്തെ ക്ഷേത്രമാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. അതിൽ പാണ്ഡവരിൽ 4ാമനായ നകുലൻ മഹാവിഷ്ണു വിഗ്രഹം വെച്ച് പ്രതിഷ്ഠ നടത്തി ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. പിന്നെ പോകുന്ന വഴിക്ക് നമുക്കൊരു കവിയൂർ ഗുഹാക്ഷേത്രമുണ്ട്. അത് പോകുന്ന വഴിക്കാണ്. അതും പാണ്ഡവരുടെ വനവാസ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക ആയിട്ടുള്ളൊരു അമ്പലമാണ്. നിങ്ങൾ പോകുന്ന സമയത്ത് അതും കൂടി കണ്ടുപോകുന്നത് നല്ലതാണ്. അപ്പോൾ KSRTCയുടെ ട്രിപ്പിൽ അതും അവർ കവർ ചെയ്യുന്നുണ്ട് സമയത്തിനനുസരിച്ച്. പിന്നെ 5ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ അവിടെ പഞ്ചപാണ്ഡവരിൽ സഹദേവൻ ആരാധിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹമാണ് തൃക്കൊടിത്താനത്തുള്ളത്. ഇതാണ് ഈ 5 ക്ഷേത്രങ്ങൾ. ഇപ്പം ഈ 5 ക്ഷേത്രം, ഈ മഹാഭാരത ചരിത്രത്തിലൂടെയുള്ള 5 പഞ്ചപാണ്ഡവരിൽ 5 പേരുടെയും ക്ഷേത്രത്തിലൂടെ ആണ് കടന്നു പോകുന്നത്. നമ്മൾ 5 പേരും ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങളിലൂടെ. പിന്നെ പാണ്ഡവർകാവ് ദേവീ ക്ഷേത്രം കൂടി സമയമനുസരിച്ച് KSRTC പോകും. സമയം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടൈമിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുന്തി ദേവി ആരാധിച്ചിരുന്ന മുതുകുളം പാണ്ഡവർകാവ് ക്ഷേത്രത്തിലൂടെ പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇതാണ് പാണ്ഡവർകാവ് ക്ഷേത്രം. അതിൻ്റെ ഫോട്ടോസ് ഇവിടെ KSRTC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോ ഡിപ്പോകളിൽ നിന്നുള്ള ബുക്കിംഗ് നമ്പേഴ്സ് KSRTC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് ബുക്കിംഗ് ചെയ്യാനും പോകാനും അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് അറിയാനും ആരെയാണ് വിളിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. ഈ ബ്രൗഷറിനകത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓരോ ഡിപ്പോയിലും, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡിപ്പോ KSRTC ഡിപ്പോ എവിടെയാണോ ആ ഡിപ്പോയിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ഓർഡറിനാണ് കൊടുത്തിരിക്കുന്നത്. സൗത്തിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ ആ ഒരു ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ഉണ്ടോ, അവസാനം കാസർഗോഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോ ഏതാണോ അവിടുത്തെ നമ്പർ എടുക്കുക, വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങളുടെ ട്രാവൽ നിങ്ങൾക്ക് ചാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ചാറ്റ് ബോർഡ് ലിങ്ക് KSRTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാറ്റ് ബോർഡുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. ഗൂഗിൾ മാപ്പ് ലിസ്റ്റിങ്ങിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂസും നമുക്ക് ഉള്ള അഭിപ്രായങ്ങളും നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസും ഫോട്ടോസും എല്ലാം അതിനകത്ത് ഷെയർ ചെയ്യാം. പിന്നെ കൂടാതെ KSRTCയുടെ എല്ലാ പബ്ലിക് പ്രൊഫൈൽസും KSRTC ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഫൈൽസിലെല്ലാം, അതായത് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, ഈ ഫേസ്ബുക്കിലൂടെ നമുക്ക് അവരെ കണക്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലൂടെ കണക്ട് ചെയ്യാം, യൂട്യൂബിലൂടെ കണക്ട് ചെയ്യാം, ട്വിറ്റർ, ഡെയിലി ഹണ്ട്, വാട്സപ്പ്, ഇതുപോലുള്ള എല്ലാ മീഡിയംസിലൂടെയും നമുക്ക് KSRTC കണക്ട് ചെയ്യാം. KSRTC ബഡ്ജറ്റ് ടൂർസ് എല്ലാമായിട്ടും കണക്ട് ചെയ്യാം. പിന്നെ
ഇതിലൂടെ KSRTC അവരുടെ ട്രിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആ പേജ് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ KSRTC അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് തന്നെ ലഭ്യമാവും. അപ്പോൾ ഇതാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിനെ കുറിച്ച് ഉള്ളൊരു ഡീറ്റെയിൽസ്. അപ്പം നിങ്ങൾക്ക് കേരളത്തിനകത്തുള്ള എല്ലാ ഡിപ്പോകളിൽ നിന്നും, മിക്കവാറും ഉള്ള ഡിപ്പോകളിൽ നിന്നെല്ലാം ട്രിപ്സ് ചാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ നമ്പറിൽ എടുത്ത് വിളിക്കുക. ഈ ക്ഷേത്രങ്ങളിലൂടെ ഇത് നമുക്ക് ഈ വരുന്ന 28-ാം തീയതി, ജൂലൈ 28-ാം തീയതിയാണ് ഇത് തുടങ്ങുന്നത്, ഈ ഒരു അതിൻ്റെ ഒരു പീരീഡ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും. ഈ വള്ളസദ്യ എല്ലാം ആ ഒരു ടൈമിലാണ്, നമ്മുടെ ഈ പള്ളിയോടങ്ങൾ വരുന്നതും അതെല്ലാം ആ ഒരു ടൈമിലാണ് ആറന്മുളയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ പോകുമ്പോഴാണ് അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KSRTCയുടെ കൂടുതൽ KSRTCയോട് യാത്രകളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ്, അത് കൂടുതലും KSRTCയുടെ എല്ലാം കവർ ചെയ്ത് ഉള്ള വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് അതാത് സമയത്ത് തന്നെ എത്തിച്ചേരും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.